ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സ്. Gene transfer involves the use of genetic or physical manipulation to introduce foreign gene or genes into host cell to achieve desired characteristics in the transformed cell. ജീൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു ജെനറ്റിക്കോ ഫിസിക്കലോ ആയിട്ടുള്ള മാനിപ്പുലേഷൻസ് ഒരു ജീനിൽ വരുത്തി അതിനെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. An organism that has been altered genetically by the introduction of an alien gene into its genome is called a transgenic organism. ഒരു ഓർഗാനിസം ഇങ്ങനെ ജീൻ ട്രാൻസ്ഫറിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് ട്രാൻസ്ജനിക് ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. എ ഫോറിൻ ജീൻ ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ആൻ ഓർഗാനിസം ഈസ് ട്രാൻസ്ജീൻ. ഇങ്ങനെ ട്രാൻസ്ജനിക് ഓർഗാനിസത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജീൻ. ജീൻ ട്രാൻസ്ഫർ ക്യാൻ ബി ഡൺ ത്രൂ വേരിയസ് മെത്തേഡ്. ജീൻ ട്രാൻസ്ഫർ നമുക്ക് പലതരത്തിലുള്ള മെത്തേഡിലൂടെ നടത്താനായിട്ട് സാധിക്കും. ഡയറക്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് നേക്കഡ് DNA, ഇലക്ട്രോപോറേഷൻ, ലിപ്പോഫിക്ഷൻ, വൈറൽ മീഡിയേറ്റ് ജീൻ ട്രാൻസ്ഫർ, മൈക്രോ ഇഞ്ചക്ഷൻ, എംബ്രിയോണിക് സ്റ്റെം സെൽ മെത്തേഡ്. നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഒരുപാട് പ്രൊസീജിയേഴ്സിലോടുകൂടി നമുക്ക് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ ട്രാൻസ്ഫെക്ഷൻ എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് DNA വിത്ത് കാൽസ്യം ഫോസ്ഫേറ്റ് ഓർ ഡെഡ്. DNA നമുക്ക് കാൽസ്യം ഫോസ്ഫേറ്റോ അല്ലെങ്കിൽ ഡൈ ഈഥൈൽ അമിനോ ഈഥൈൽ ഡെക്സ്ട്രാനിലോ ട്രീറ്റ് ചെയ്യാം. ദിസ് ഫോംസ് എ precipitate വിത്ത് DNA മിക്സ്ഡ് വിത്ത് ദ ടാർഗറ്റ് സെൽ adhere ടു ദ സെൽ സർഫസ്. ഇങ്ങനെ കാൽസ്യം ഫോസ്ഫേറ്റിലോ ഡെഡിലോ ട്രീറ്റ് ചെയ്തെടുക്കുന്ന DNAയിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ഈ പ്രസിപ്പിറ്റേറ്റിനെ ടാർഗറ്റ് സെല്ലിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം, അതിൻ്റെ സെല്ലിൻ്റെ സർഫസിലേക്ക് മിക്സ് ചെയ്യാം. കാറ്റയോൺ പ്രസിപ്പിറ്റേറ്റ് ഈസ് എൻഗൾഫ് ബൈ ഫാഗോസൈറ്റോസിസ്. അതിലെ കാറ്റയോൺ പ്രസിപ്പിറ്റേറ്റിനെയൊക്കെ ഫാഗോസൈറ്റോസിസ് വഴി എൻഗൾഫ് ചെയ്യപ്പെടും. ആൻഡ് DNA ഗെറ്റ് സ്റ്റേബിളി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദി ക്രോമസോം. DNA നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രോമസോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് പ്രോട്ടോകോൾ ഈസ് കൺവീനിയൻറ്റ്. ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവും പ്രോട്ടോകോളൊക്കെ വളരെ കൺവീനിയൻറ്റുമാണ്. ഇലക്ട്രോപോറേഷൻ. It involves the creation of transistor micropores in the cell membrane by exposing cell to a brief electric pulse. ഒരു ചെറിയ ഇലക്ട്രിക് പൾസിൻ്റെ സഹായത്തോടുകൂടി സെല്ലിൻ്റെ മെംബ്രെയിനിൽ മൈക്രോപോർസിനെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. DNA enters the cell through these pores and is transported to the nucleus. DNA നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത മൈക്രോപോർസിനുള്ളിലൂടെ കടത്തിവിടുകയും പിന്നീട് അത് ന്യൂക്ലിയസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. This was first applied to introduce plasmid DNA into mouse fibroblast. മൗസിൻ്റെ ഫൈബ്രോബ്ലാസ്റ്റിലേക്ക് ആദ്യമായിട്ട് പ്ലാസ്മിഡ് DNAനെയാണ് ഇലക്ട്രോപോറേഷൻ എന്ന ടെക്നിക്ക് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്യാരിഡ് ഔട്ട് ബൈ ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് ഇലക്ട്രോപോറേറ്റർ. ഇലക്ട്രോപോറേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോപോറേറ്റർ. ഒരു ഇലക്ട്രോപോറേറ്ററിൻ്റെ ഇമേജാണ് ഇവിടെ കാണിക്കുന്നത്. സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് മെത്തേഡ്. ഇലക്ട്രോപോറേഷൻ വളരെ സിമ്പിളും എഫക്റ്റീവുമായിട്ടുള്ളൊരു മെത്തേഡാണ്. ലിപ്പോഫിക്ഷൻ. സിമ്പിൾ മെത്തേഡ് ഓഫ് ജീൻ ട്രാൻസ്ഫർ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ലിപ്പോഫിക്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ദി ഇൻകോർപ്പറേഷൻ ഓഫ് ട്രാൻസ്ജീൻ ഇൻ ടു ആർട്ടിഫിഷ്യൽ ലിപ്പിഡ് വെസിക്കിൾ കോൾഡ് ലിപ്പോസോം. ഒരു ട്രാൻസ്ജീനെ ആർട്ടിഫിഷ്യൽ ലിപ്പിഡ് വെസിക്കിളാവുന്നു. സച്ച് ലിപ്പോസോം എൻക്ലോസിങ് DNA ആർ ആഡഡ് ടു സെൽസ് ഇൻ കൾച്ചർ ചെയ്യാൻ വെച്ചിരിക്കുന്ന സെല്ലിലേക്ക് ഈ ലിപ്പോസോം എൻക്ലോസ് ചെയ്യുന്ന DNAനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ലിപ്പോസോം സെൽസിനെ അഡ്ഹർ ചെയ്തിട്ട് അവരെ പിന്നീട് പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. ഇങ്ങനെ ഫ്യൂസ് ചെയ്ത DNAനെ ഡയറക്റ്റ്ലി സൈറ്റോപ്ലാസത്തിലേക്ക്, അങ്ങനെയുള്ള ഡയറക്റ്റ് കോണ്ടൻറ്റിനെ നമ്മൾ സൈറ്റോപ്ലാസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. യൂസ്ഫുൾ ഇൻ ട്രാൻസ്ഫറിങ് ലാർജ് DNA ഫ്രാഗ്മെൻറ്റ്സ്. ലിപ്പോഫിക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ലാർജ് DNA ഫ്രാഗ്മെൻറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് മൈക്രോ ഇഞ്ചക്ഷൻ. ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് DNA ഇൻ ടു ദ ഹോസ്റ്റ് സെൽ ന്യൂക്ലിയസ്. ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് DNAനെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇൻ മാമൽസ് ഇറ്റ് ഇൻവോൾവ്സ് ഇൻഡക്ഷൻ ഓഫ് എ ഡോണർ ഫീമെയിൽ ടു സൂപ്പർ ഓവുലേറ്റ് ബൈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്. മാമൽസിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലൂടെ ഡോണർ ഫീമെയിലിനെ കൊണ്ട് സൂപ്പർ ഓവുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സൂപ്പർ ഓവുലേറ്റ് ചെയ്തു വരുന്ന എക്സിനെ
ഇൻ വിട്രോ ഫെർട്ടിലൈസേഷന് വിധേയമാക്കുന്നു. The DNA is then micro-injected into the male pronucleus of fertilized egg. ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൻ്റെ മെയിൽ പ്രോന്യൂക്ലിയസിലേക്ക് ഈ DNA മൈക്രോ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ മൈക്രോ ഇഞ്ചക്ഷൻ നടത്തുന്നത് ഒരു മൈക്രോ പിപ്പറ്റ് യൂസ് ചെയ്തിട്ടാണ് മെയിൽ പ്രോന്യൂക്ലിയസിലേക്ക് മൈക്രോ ഇഞ്ചക്ഷൻ നടത്തുന്നത്. മൈക്രോ ഇഞ്ചക്ഷന് ശേഷം ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഒരു സർജിക്കലി ഫോസ്റ്റർ മദറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നു. ഫോസ്റ്റർ മദറിനുള്ളിലിരുന്ന് നോർമലായിട്ട് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്തുണ്ടാകുന്ന എംബ്രിയോ ഓഫ്സ്പ്രിങ്ങിന് ഒരു ട്രാൻസ്ജീൻ്റെ പ്രസൻസ് ഉണ്ടാകും. അടുത്തത് റിട്രോവൈറൽ വെക്ടർ മെത്തേഡ്. റിട്രോവൈറസ് ഈസ് എ സിംഗിൾ സ്ട്രാൻഡഡ് RNA virus that replicate with the aid of reverse transcriptase producing the double stranded DNA which integrates into the host chromosome. റിട്രോവൈറസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ്. അതിനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിൻ്റെ സഹായത്തോടുകൂടി ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA ആക്കി മാറ്റുന്നു. അതിനെ പിന്നീട് ഡയറക്റ്റ്ലി ഹോസ്റ്റിൻ്റെ ക്രോമസോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Early cleavage stage embryo are infected with the retrovirus carrying a transgene. എയർലി ക്ലീവേജ് സ്റ്റേജിലെ എംബ്രിയോസിനെ നമുക്ക് ഈ റിട്രോവൈറസുമായിട്ട് ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. The transfected cells are implanted into the uterus of a foster mother where the transgenic animal develop. ഇങ്ങനെ ട്രാൻസ്ഫെക്റ്റ് ചെയ്തിരിക്കുന്ന സെൽസ്, റിട്രോവൈറസുമായിട്ട് ട്രാൻസ്ഫെക്റ്റ് ചെയ്തിരിക്കുന്ന സെൽസിനെ ഡയറക്റ്റ്ലി ഫോസ്റ്റർ മദറിൻ്റെ യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നു. അത് അവിടെ ഇരുന്നൊരു ട്രാൻസ്ജനിക് ആനിമലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ദിസ് വെക്ടർ ക്യാൻ ഓൺലി ട്രാൻസ്ഫർ എ സ്മോൾ പീസ് ഓഫ് DNA. റിട്രോവൈറൽ വെക്ടർ മെത്തേഡ് ഉപയോഗിച്ച് DNA ഒരു ചെറിയ ഫ്രാഗ്മെൻറ്റിനെ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ലിപ്പോഫിക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് DNA ഒരു ലാർജ് ഫ്രാഗ്മെൻറ്റ്സിനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എംബ്രിയോണിക് സ്റ്റെം സെൽ മെത്തേഡ്. Pluripotent embryonic stem cell can be readily engineered genetically without altering their pluripotency. പ്ലൂറിപ്പൊട്ടൻറ്റ് എംബ്രിയോണിക് സെൽസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അവരുടെ പ്ലൂറിപ്പൊട്ടൻസി നഷ്ടപ്പെടാതെ. അപ്പം എന്താണ് പ്ലൂറിപ്പൊട്ടൻറ്റ് എംബ്രിയോണിക് സ്റ്റെം സെൽ എന്ന് പറയുന്നത്? ഒരു ഡെവലപ്പിംഗ് എംബ്രിയോയുടെ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിൽ സെൽസിന് കൾച്ചർ ചെയ്തവരെ പോളിഫറേറ്റ് ചെയ്യാനായിട്ടുള്ള പറ്റും. ഇങ്ങനെ പോളിഫറേറ്റ് ചെയ്തുണ്ടാകുന്ന സെൽസിന് ജേം സെൽസ് ഉൾപ്പെടെയുള്ള സെൽസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാവും. അങ്ങനെയുള്ള, അതായത് ഇങ്ങനെ കൾച്ചർ ചെയ്ത് പോളിഫറേറ്റ് ചെയ്യുന്ന ജേം സെൽസ് ഉൾപ്പെടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിവുണ്ടാകുന്ന സെൽസിനെയാണ് നമ്മൾ പ്ലൂറിപ്പൊട്ടൻറ്റ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. Such genetically engineered cells can be selected and grown to generate transgenic animals. ട്രാൻസ്ജനിക് ആനിമൽസിനെ ഗ്രോൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലൂറിപ്പൊട്ടൻസി നഷ്ടപ്പെടാത്ത സെല്ലുകളെ കൾച്ചർ ചെയ്യാറുണ്ട്. ദിസ് ടെക്നിക്സ് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ഐസൊലേഷൻ ഓഫ് ഇന്നർ മാസ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇന്നർ സെൽ മാസ് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ഈ ടെക്നിക്ക് നമ്മൾ നടത്തുന്നത്. ദിസ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആർ ട്രാൻസ്ഫെക്റ്റഡ് വിത്ത് എ ട്രാൻസ്ജീൻ. ഇങ്ങനെ എടുക്കുന്ന എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഒരു ട്രാൻസ്ജീനുമായിട്ട് ട്രാൻസ്ഫെക്റ്റ് ചെയ്യുന്നു. Transmitted cells are identified and multiplied in culture and then are micro-injected into a recipient blastocyst. ഇങ്ങനെയുള്ള ട്രാൻസ്ഫെക്റ്റഡ് സെൽസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അവരെ കൾച്ചർ ചെയ്തിട്ട് ഒരു മൈക്രോ ഇഞ്ചക്ഷനിലൂടെ ഒരു റെസിപ്പിയൻ ബ്ലാസ്റ്റോസിസ്റ്റിലേക്ക് എത്തിക്കുന്നു. ദ ബ്ലാസ്റ്റോസിസ്റ്റ് ക്യാരിയിങ് ട്രാൻസ്ഫെക്റ്റഡ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഈസ് ഇംപ്ലാന്റഡ് ഇൻ ടു ദ യൂട്രസ് ഓഫ് എ ഫോസ്റ്റർ മദർ വെർ ട്രാൻസ്ജനിക് ആനിമൽ ഈസ് ഡെവലപ്ഡ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫെക്റ്റഡ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ക്യാരി ചെയ്യുന്ന ബ്ലാസ്റ്റോസിസ്റ്റിനെ മദറിൻ്റെ യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നു. അവിടെ ഇരുന്ന് അതൊരു ട്രാൻസ്ജനിക് ആനിമലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് മെത്തേഡാണ് ഷോർട്ട് ഗൺ മെത്തേഡ്, ഓൾസോ നോൺ ആസ് പാർട്ടിക്കിൾ ഗൺ മെത്തേഡ്, പാർട്ടിക്കിൾ ബോംബാർഡ്മെൻറ്റ്, ബയോലിസ്റ്റിക് മെത്തേഡ് ഓർ മൈക്രോ പ്രൊജക്ടൈൽ മെത്തേഡ്. ഇങ്ങനെ പാർട്ടിക്കിൾ ഗൺ മെത്തേഡ്, പാർട്ടിക്കിൾ ബോംബാർഡ്മെൻറ്റ് മെത്തേഡ് എന്നൊക്കെ ഷോർട്ട് ഗൺ മെത്തേഡിനെ അറിയപ്പെടാറുണ്ട്. 1-3 micron particle of gold or tungsten coated with DNA are accelerated at high velocity to achieve entry into the plant cell. പ്ലാന്റ് സെല്ലിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡിൻ്റെയോ ടങ്സ്റ്റനോ ഒക്കെ ഉപയോഗിച്ച് DNA എന്ത് ചെയ്യും, കോട്ട് ചെയ്യും. അത് ഒരു ഹൈ വെലോസിറ്റിയിലൂടെയാണ് ഒരു ഹൈ വെലോസിറ്റി ആക്സിലറേറ്റ് ചെയ്തിട്ടാണ് പ്ലാന്റ് സെല്ലിനുള്ളിലേക്ക് എത്തിക്കുന്നത്. The particles are accelerated to pollen or plant cell by an explosive charge or shock wave produced by high voltage electric discharge. ഒരു ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഡിസ്ചാർജിൻ്റെ സഹായത്തോടു കൂടി ഒരു
ഷോർട്ട് വേവോട് കൂടിയാണ് പ്ലാന്റ് സെല്ലിലേക്ക് ഈ പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുന്നത്. ദ ഡിവൈസ് കൺസിസ്റ്റ് ഓഫ് ഗ്യാസ് ആക്സലറേഷൻ ട്യൂബ്, റാപ്ചർ ഡിസ്ക്, സ്റ്റോപ്പിംഗ് സ്ക്രീൻ, മൈക്രോ കാരിയർ വിത്ത് പാർട്ടിക്കിൾ കോട്ടഡ് വിത്ത് DNA ആൻഡ് ടാർഗറ്റ് സെൽ. ഇങ്ങനെ ഒരു ഷോർട്ട് ഗൺ മെത്തേഡ് നടത്തുന്ന ഡിവൈസിനുള്ളിൽ ഒരു ഗ്യാസ് ആക്സലറേഷൻ ട്യൂബ് ഉണ്ടാവും, റാപ്ചർ ഡിസ്ക്, സ്റ്റോപ്പിംഗ് സ്ക്രീന്, മൈക്രോ കാരിയറുടെയൊക്കെ പ്രസൻസ് ഉണ്ടാവും. These components are kept in a partial vacuum chamber to facilitate particle acceleration and to reduce damage to the plant cell. ഇങ്ങനെയുള്ള കമ്പോണൻസിനെയൊക്കെ ഒരു പാർഷ്യൽ വാക്വം ചേമ്പറിലാണ് വെച്ചിരിക്കുന്നത്. അത് പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഒപ്പം പ്ലാന്റ് സെല്ലിൻ്റെ ഡാമേജിനെ റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയാണ്. Pressurized helium gas in the chamber produce shock wave and accelerate the DNA coated projectiles which pass through the screen and get embedded into the target cell. അതായത് ഈ DNA ഒരു ഹീലിയം ഗ്യാസിൻ്റെ ഒരു പ്രഷർ കൊടുക്കും. ഹീലിയം ഗ്യാസിൻ്റെ ഒരു പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് ഈ DNA ചേമ്പർ ഒരു ഷോക്ക് വേവ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സ്ക്രീനിലൂടെ പാസ് ചെയ്ത് ടാർഗറ്റ് സെല്ലിലേക്ക് വന്ന് വീഴുന്നു. ഷോർട്ട് ഗൺ മെത്തേഡിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ക്രൈജീൻ ഫ്രം ബേസിലസ് ടൂറിൻജെനിസിസ്. ബേസിലസ് ടൂറിൻജെനിസിൻ്റെ ക്രൈജീൻ്റെ ട്രാൻസ്ഫർ, ബേസിലസ് ടൂറിൻജെനിസിസിൽ നിന്ന് ക്രൈജീൻ്റെ ട്രാൻസ്ഫർ ഷോർട്ട് ഗൺ മെത്തേഡിൻ്റെ ഒരു സക്സസീവ് എക്സാമ്പിളാണ്. Thank you.